ജുജുത്സു കൈസൻ സീരീസിലെ ഏറ്റവും ഫാൻ ഫേവറേറ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ് ഗോജോ. ഫാൻ ഫേവറേറ്റ് ആണെന്ന് മാത്രമല്ല, ആ യൂണിവേഴ്സിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടറാണ് ഗോജോ. ഒരുപാട് പവർഫുൾ ആയിട്ടുള്ള ഹീറോസും വില്ലോൺസും ഒക്കെ ഉണ്ടെങ്കിലും അവർക്കൊന്നും അടുത്തുപോലും എത്താൻ പറ്റാത്ത ലെവലിലാണ് ഗോജോ ഉള്ളത്. പലപ്പോഴും ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് വീക്കാണോ എന്ന് പോലും തോന്നിപ്പോകും. പക്ഷേ അത് ഗോജോ എന്ന വൻമരം ഉള്ളതുകൊണ്ട് മാത്രമാണ്. പവറിന്റെ കാര്യത്തിൽ ഗോജോയ്ക്കൊപ്പം നിൽക്കുന്നത് സുഗുണ മാത്രമേ ഉള്ളൂ. ഇവർ രണ്ടുപേരിൽ ആരാണ് സ്ട്രോങ് എന്ന് ചോദിച്ചാൽ അതൊരു ഒറ്റ വാക്കിൽ ആൻസർ പറയാൻ പറ്റാത്തൊരു കാര്യമാണ്. എന്തായാലും ഗോജോയെ ഇത്രയും പവർഫുൾ ആക്കുന്ന മെയിൻ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് സിക്സ് ഐസും ലിമിറ്റ്ലെസ് എന്ന് പറയുന്ന ടെക്നിക്കുമാണ്. സെനിൻ ക്ലാൻ, കാമോ ക്ലാൻ, ഗോജോ ക്ലാൻ, ഈ 3 ക്ലാനാണ് ഇതിനകത്ത് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ക്ലാൻസ്. ഹേയൻ കാലഘട്ടം മുതലേ നിലനിന്ന് വരുന്ന ക്ലാൻസ് ആണ് ഇത് മൂന്നും. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ പരിഗണന ജുജുത്സു സൊസൈറ്റിക്കകത്ത് ഇവർക്ക് കിട്ടുന്നുണ്ട്. ഇതിലെ ഗോജോ ക്ലാനിലെ ഒരു മെമ്പറാണ് ഗോജോ സറ്റോറു. ക്ലാനിന്റെ തന്നെ അഭിമാനമാണ് സറ്റോറു. അതിന് കാരണം 400 വർഷ കാലയളവിൽ സിക്സ് ഐസും ലിമിറ്റ്ലെസ്സും ഇൻഹെറിറ്റ് ചെയ്ത ഏക വ്യക്തി സറ്റോറു ആണ്. ഇനി എന്താണ് സിക്സ് ഐസ്, എന്താണ് ലിമിറ്റ്ലെസ് എന്ന് നോക്കാം. സിക്സ് ഐസ് എന്ന് പറയുന്നത് ഗോജോ ക്ലാനിലെ മെമ്പേഴ്സിന് മാത്രം കിട്ടുന്ന ഒരു ഫിസിക്കൽ ട്രൈറ്റ് ആണ്. അതൊരു കേഴ്സ് ടെക്നിക്കോ ട്രെയിനിങ്ങിലൂടെ മാസ്റ്റർ ചെയ്യുന്ന സംഭവമൊന്നുമല്ല. ജനിക്കുന്ന സമയത്തെ അയാൾക്ക് സിക്സ് ഐസ് ഉണ്ടാവും. ഒരു മ്യൂട്ടേഷൻ പോലെയാണത്. പക്ഷേ ഗോജോ ക്ലാനിൽ തന്നെ എല്ലാവർക്കും അത് കിട്ടണമെന്നില്ല. അതുപോലെ തന്നെ ഒരു സമയത്ത് ഒരാൾക്ക് മാത്രമേ സിക്സ് ഐസ് കിട്ടൂ. ഒരു സിക്സ് ഐസ് യൂസർ ജീവനോടെ ഇരിക്കുന്ന സമയത്ത് വേറൊരാൾക്ക് അത് കിട്ടില്ല. അതുമാത്രമല്ല, ഒരു കേഴ്സ് ടെക്നിക്ക് പോലെ ആവശ്യമുള്ളപ്പോൾ മാത്രം ഉപയോഗിക്കാനും അല്ലാത്തപ്പോൾ ഓഫാക്കി വെക്കാനും പറ്റുന്ന ഒന്നല്ല സിക്സ് ഐസ്. അത് എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ഗോജോ അവൻ്റെ കണ്ണ് മറച്ചു വെച്ചിരിക്കുന്നത്. സിക്സ് ഐസ് ഉള്ളത് കൊണ്ട് തന്നെ ഗോജോയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാനും സെൻസ് ചെയ്യാനും മനസ്സിലാക്കാനും ഒക്കെ പറ്റും. അവൻ്റെ കാഴ്ച തന്നെ ടെലിസ്കോപ്പ് പോലെയാണ്. ദൂരെയുള്ളതെല്ലാം ഈസി ആയിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ കേഴ്സ്ഡ് എനർജിയും അതിൻ്റെ ഫ്ലോയും ഔട്ട്പുട്ടും എല്ലാം കാണാൻ പറ്റും. പിന്നെ ഓരോരുത്തരുടെയും കേഴ്സ് ടെക്നിക്കും യൂസേജും എല്ലാം വിത്തിൻ സെക്കൻഡ്സ് ഈസി ആയിട്ട് മനസ്സിലാക്കാനും പറ്റും. ഇതെല്ലാം സിക്സ് ഐസിൻ്റെ ആപ്ലിക്കേഷൻസ് ആണെന്ന് മാത്രമല്ല, ഇതുപോലുള്ള ഇൻഫോർമേഷൻസ് 24/7 ഗോജോയ്ക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. പക്ഷേ എപ്പോഴും ഇതിൻ്റെ ആവശ്യമില്ലാത്തത് കൊണ്ടാണ് കണ്ണ് മറച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെ ചെയ്യുന്നതിലൂടെ ആ വരുന്ന ഇൻഫോർമേഷൻ ചെറിയ രീതിയിലെങ്കിലും കുറയ്ക്കാൻ ഗോജോയ്ക്ക് പറ്റും. പിന്നെ ഉള്ളതാണ് ലിമിറ്റ്ലെസ് ടെക്നിക്ക്. ഗോജോ ക്ലാനിൽ തലമുറയെ ഇൻഹെറിറ്റ് ചെയ്തു വരുന്ന ഒരു ടെക്നിക്കാണിത്. ഇത് ക്ലാനിലെ പലർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണെങ്കിലും ലിമിറ്റ്ലെസ്സിൻ്റെ ഫുൾ പവർ യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ കൂടെ സിക്സ് ഐസ് കൂടി വേണം. ലിമിറ്റ്ലെസ് ഉപയോഗിച്ച് ഗോജോയ്ക്ക് സ്പേസിനെ വളച്ചൊടിക്കാനും മാനിപ്പുലേറ്റ് ചെയ്യാനുമൊക്കെ പറ്റും. സീരീസിനകത്ത് ഗോജോ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും സ്പേസിനെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് ചെയ്യുന്നതാണ്. സ്പേസിനെ ഇതുപോലെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ഒരുപാട് ഇൻഫോർമേഷൻ ബ്രെയിനിലോട്ട് കിട്ടണം. അതെല്ലാം പെട്ടെന്ന് തന്നെ പ്രോസസ്സ് ചെയ്യാനും പറ്റണം. അതിനെല്ലാം സിക്സ് ഐസ് ആവശ്യമാണ്. പലർക്കും ഡൗട്ട് ഉണ്ടാവാം, ലിമിറ്റ്ലെസ്സും ഇൻഫിനിറ്റിയും ഒക്കെ വേറെ വേറെ ടെക്നിക്സ് ആണെന്ന്. ഒരിക്കലുമല്ല. ലിമിറ്റ്ലെസ് ആണ് ഗോജോയുടെ കേഴ്സ് ടെക്നിക്ക്. അതിൻ്റെ തന്നെ ആപ്ലിക്കേഷൻസ് ആണ് ഇൻഫിനിറ്റിയും ബ്ലൂവും റെഡും പർപ്പിളും എല്ലാം. അത് ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം. ലിമിറ്റ്ലെസ് എന്ന് പറയുന്നത് സ്പേസിൻ്റെ മാനിപ്പുലേഷൻ ആണെന്ന് പറഞ്ഞല്ലോ. സ്പേസിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഗോജോയ്ക്ക് ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യാനും ടെലിപ്പോർട്ട് ചെയ്യാനും ഒക്കെ പറ്റുന്നത്. ലിമിറ്റ്ലെസ്സിൻ്റെ ഏറ്റവും യുണീക്ക് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഇൻഫിനിറ്റി. മാക്സിനകത്ത് ഇൻഫിനിറ്റി എന്ന് പറയുന്ന സെയിം കോൺസെപ്റ്റ് തന്നെയാണിതും. ഇൻഫിനിറ്റി എന്ന ഇമാജിനറി കോൺസെപ്റ്റിനെ മെറ്റീരിയലൈസ് ചെയ്ത് ഒരു ഡിഫെൻസീവ് ബാരിയർ ആയിട്ടാണ് ഗോജോ യൂസ് ചെയ്യുന്നത്. ഇതിനെപ്പറ്റി ആദ്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഗോജോയും ജോഗോയും തമ്മിലുള്ള ഫൈറ്റിൻ്റെ ഇടയ്ക്കാണ്. ഒരു സാധനം അല്ലെങ്കിൽ വ്യക്തി ഗോജോയുടെ അടുത്തേക്ക് വരുവാണെങ്കിൽ ഒരു നിശ്ചിത എമൗണ്ട് ഓഫ് അളവ് ഇവരുടെ ഇടയിൽ കാണും. പക്ഷേ ഇൻഫിനിറ്റി എന്ന കോൺസെപ്റ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ഇൻഫിനിറ്റ് എമൗണ്ട് ഓഫ് പോയിന്റ്സ് ഇവരുടെ ഇടയിൽ കാണും. ഫോർ എക്സാമ്പിൾ, ഗോജോയുടെ അടുത്തേക്ക് എത്തും തോറും സ്ലോ ആയിക്കൊണ്ടേയിരിക്കും എന്നാണ് ഇതിനകത്ത് പറയുന്നത്. സോ ഗോജോയ്ക്കും ജോഗോയ്ക്കും ഇടയിൽ 10 മീറ്ററിൻ്റെ ഡിസ്റ്റൻസ് ഉണ്ടെന്ന് വയ്ക്കുക. ജോഗോയ്ക്ക് ഓരോ പ്രാവശ്യവും പകുതി ദൂരം മാത്രമേ കവർ ചെയ്യാൻ പറ്റൂ എന്നും വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ ആദ്യം 5 മീറ്റർ കവർ ചെയ്യും, പിന്നെ 2.5 മീറ്റർ, പിന്നെ 1.25 മീറ്റർ, പിന്നെ 0.625 മീറ്റർ. അങ്ങനെ ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. എത്ര അടുത്തെത്തിയെന്ന് തോന്നിയാലും ഒരിക്കലും ടച്ച് ചെയ്യാൻ പറ്റില്ല. കാരണം എപ്പോഴും ഇവരുടെ ഇടയിൽ ചെറിയൊരു ഡിസ്റ്റൻസ് കാണും. ഗോജോ എപ്പോഴും യൂസ് ചെയ്യാറുള്ള 2 അറ്റാക്സ് ആണ് ബ്ലൂവും റെഡും. ലിമിറ്റ്ലെസ് ടെക്നിക്കിനെ ഡിഫെൻസീവായി ഉപയോഗിക്കുന്നതാണ് ഇൻഫിനിറ്റി എങ്കിൽ അതിൻ്റെ തന്നെ ഒഫെൻസീവായ ഫോമാണ് ബ്ലൂ. സ്പേസിനെ മാനിപ്പുലേറ്റ് ചെയ്ത് സ്പേസിൽ തന്നെ ഒരു സ്പേസ് ഉണ്ടാക്കി ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാക്കുന്നതാണ് ബ്ലൂ. അതായത് ഇൻവിസിബിളായ ബ്ലാക്ക് ഹോൾ പോലത്തെ ഒരു പോയിന്റ് ക്രിയേറ്റ് ചെയ്യും. ഈ പോയിന്റ് ചുറ്റുമുള്ളതിനെല്ലാം അട്രാക്റ്റ് ചെയ്ത് വലിച്ചെടുക്കും. ഇതുപയോഗിച്ച് ചുറ്റുമുള്ളതിനെയൊക്കെ നശിപ്പിക്കാൻ പറ്റുമെന്ന് മാത്രമല്ല, 2 സാധനങ്ങളുടെ ഇടയിൽ ഒരു പോയിന്റ് ഉണ്ടാക്കി അതിനെ തമ്മിൽ കൂട്ടിയിടിപ്പിക്കാനൊക്കെ ഇതുപയോഗിച്ച് പറ്റും. നെഗറ്റീവ് എനർജി ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ബ്ലൂ എങ്കിൽ പോസിറ്റീവ് എനർജി ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യുന്നതാണ് റെഡ്. ഇതിനെ കേഴ്സ് ടെക്നിക് റിവേഴ്സൽ എന്ന് പറയും. അതുകൊണ്ട് തന്നെ ബ്ലൂവിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും റെഡ്. ബ്ലൂ അട്രാക്ഷൻ ആണെങ്കിൽ റെഡിന് റിപ്പൾഷൻ ആണ്. ആ ഒരു റിപ്പൾഷനെയാണ് എനർജി ബ്ലാസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. റിവേഴ്സ് കേഴ്സ് ടെക്നിക്ക് എന്താണെന്ന് അറിയില്ലെങ്കിൽ അതിനെക്കുറിച്ച് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കണ്ടു നോക്കാം. ഈ 2 ടെക്നിക്സും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഹോളോ പർപ്പിൾ. ഗോജോ ക്ലാനിൽ തന്നെ കുറച്ച് പേർക്ക് മാത്രം അറിയാവുന്ന ഒരു ടെക്നിക്കാണിത്.
അട്രാക്ഷനും റിപ്പൾഷനും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ വളരെ ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ളൊരു അറ്റാക്കാണ് കിട്ടുന്നത്. അതാണ് ഹോളോ പർപ്പിൾ. തുടർന്ന് എല്ലാത്തിനെയും നശിപ്പിക്കാൻ കഴിവുള്ള ഒരു അൾട്ടിമേറ്റ് പവർ. പിന്നെ പറയാനുള്ളതാണ് ഗോജോയുടെ ഡൊമൈൻ എക്സ്പാൻഷൻ. സീരീസിലെ തന്നെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഡൊമൈൻ എക്സ്പാൻഷനാണ് ഇൻഫിനിറ്റ് വോയിഡ്. ഇത് എന്താണെന്ന് വെച്ചാൽ ഡൊമൈനകത്തുള്ള ആരായാലും അവരുടെ ബ്രെയിനിലോട്ട് ഒരു ലോഡ് ഇൻഫർമേഷൻ ബ്ലാസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു മനുഷ്യനോ കേഴ്സിനോ പ്രോസസ്സ് ചെയ്യാൻ പോലും പറ്റാത്ത അത്രയും ഇൻഫർമേഷൻ. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡൊമൈനകത്ത് ട്രാപ്പായ ആർക്കും അനങ്ങാൻ പോലും പറ്റില്ല. കാരണം ഇത്രയും ഇൻഫർമേഷൻ പ്രോസസ്സ് ചെയ്യാനുള്ള കഴിവ് ആരുടെ ബ്രെയിനിനും ഇല്ല. ഇൻഫിനിറ്റ് വോയിഡുമായിട്ട് കട്ടയ്ക്ക് നിൽക്കാൻ പറ്റുന്നത് സുഗുണയുടെ ഡൊമൈൻ എക്സ്പാൻഷന് മാത്രമാണ്. പക്ഷേ ഇൻഫിനിറ്റ് വോയിഡിനകത്ത് വന്നു കഴിഞ്ഞാൽ സുഗുണയ്ക്ക് പോലും ഒരുപാട് നേരം സർവൈവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇതൊക്കെയാണ് ഗോജോയെ പറ്റി പറയാനുള്ളത്. ഞാൻ എല്ലാ കാര്യങ്ങളും കവർ ചെയ്തു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക.